ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗീതാഗോവിന്ദത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അവർണിക കിഷോർ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വാട്സപ്പും ഗ്യാലറിയൊക്കെ മാറി മാറി നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അത് കാണുന്നില്ലല്ലോ, അത് ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കിഷോർ ഒരു പൂച്ചിനെ പോലെ പമ്മി പമ്മി നമ്മുടെ അവർണികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചോദിക്കണ്ടേ, എന്താ അവർണിക തപ്പിയ സാധനം ഇതുവരെ കിട്ടിയില്ലേ? നിനക്കൊരു കാര്യം മനസ്സിലാക്കണം, ഞാനേ ബുദ്ധിയുടെ രാജാവാണ്, അതിരാജാവ്. നിനക്കൊരു കാര്യം അറിയാവോ? നിന്റെ ഫോണിൽ നിന്ന് അത് ഞാൻ എപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിങ്ങനെ പറയാണ്. നീ എന്ന് പറയുമ്പോൾ അതെ, നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ആ വീഡിയോ വെച്ചിട്ട് നമുക്ക് രാധികാമനെ പേടിപ്പിച്ച് ഒരുപാട് പണവും സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാം എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള സ്വത്തുക്കൾ എനിക്ക് ജനിക്കാമെന്ന കുഞ്ഞിനും ആവശ്യമില്ലടാ എന്ന് പറയാണ്. നിന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ അച്ഛനാണ്, കഷ്ടപ്പെട്ട് സത്യസന്ധമായി ഉണ്ടാക്കിയ പണത്തിലൂടെ, കേട്ടല്ലോ എന്നിങ്ങനെ പറയുവാണ്. അതുകൊണ്ട് ഇത് ചൂടാകുമ്പോഴേക്കും കിഷോർ പറയുന്നുണ്ട്, ഓ നിനക്ക് നിന്റെ ബോസിനെ പറഞ്ഞപ്പോൾ പിടിച്ചിട്ടുണ്ടാവില്ല, ബോസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള വഴിയായിരുന്നു നീ കണ്ടുപിടിച്ചതല്ലേ? എന്തായാലും ആ വീഡിയോ നീ തപ്പണ്ട മോളെ, അത് നിന്റെ ഗാലറിയിൽ നിന്നും വാട്സപ്പിൽ നിന്നും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നീ മാനത്ത് കാണും, നീ ആ മരത്തിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണും എന്നൊക്കെ പറഞ്ഞ പുച്ഛത്തോടു കൂടി കളിയാക്കി ചിരിച്ച് കിഷോർ അവിടെ നിന്ന് പോകുക കേട്ടോ. കിഷോർ പോയി കഴിയുമ്പോൾ അവരുടെ മനസ്സ് വിചാരിക്കുകയാണ്, മോനെ കിഷോറെ, നിന്നെക്കാളും വളരെയധികം ഇപ്പോൾ കള്ളത്തരം അറിയാവുന്നതും അതുപോലെ തന്നെ ബിസിനസ്സിൽ വളരെയധികം പടർന്ന് പന്തലിച്ച ഒരാളാണ് എൻ്റെ അച്ഛനും ഞാനും. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും അപ്പുറം വില്ലത്തരങ്ങൾ ചെയ്യാൻ എനിക്കറിയാം. നീ വില്ലനാണെങ്കിൽ ഞാൻ വില്ലത്തിയാണ്, നായികനെ രക്ഷപ്പെടുത്താൻ പോകുന്ന വില്ലത്തി. നീ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, അതുകൊണ്ട് ഞാൻ അതിന് മുമ്പേ കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക വേഗം റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോയി അവർണിക ബാഗ് തുറന്നിട്ട് ആ ഒരു പെൺഡ്രൈവ് എടുക്കുകയാണ്. എൻഡിനെ പറയാണ്, മോനെ കിഷോറെ, നീ ഫോണിൽ നിന്ന് എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണ മുമ്പേ ഞാനെല്ലാം തന്നെ പെൺഡ്രൈവിൽ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛത്തോടു കൂടി കിഷോറിനെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കും കേട്ടോ. അതിനുശേഷം ഗീതുവിനെ വിളിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗീതുവിൻ്റെ കൂടെ നമ്മുടെ അജാസ് വരുമ്പോൾ അവർണികയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അവർണിക പേടിക്കേണ്ട, അജാസ് എൻ്റെ ആളാ, പേടിക്കൊന്നും വേണ്ട, വിശ്വസിക്കാൻ പറ്റുന്ന ആളാ, എൻ്റെ ഇക്കയാന്ന് പറയാണ്. ഓ എന്താ ആ വീഡിയോ കിട്ടിയോ? പിന്നെ കിട്ടാതെ എന്ന് പറയാണ്. എൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ വാട്സപ്പിലെ മെസ്സേജ് ഒക്കെ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഞാനത് ഈ പെൺഡ്രൈവിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ കൊള്ളാലോ, എങ്കിൽ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാവോ എന്ന് പറയാണ്. അങ്ങനെ അവൻ്റെ ആ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അതിൽ രാധികാമിങ്ങനെ പറയുന്ന വീഡിയോ കേട്ടോ. അന്ന് കാർ ആക്സിഡൻറ്റിൽ നീ രക്ഷപ്പെട്ടു നീ വിചാരിക്കണ്ടടി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെ ഇല്ലാത്തൊരു തുമ്പില്ലാത്തൊരു വീഡിയോ ആണ്. അത് കാണുമ്പോൾ നമ്മുടെ ഗീത് പറഞ്ഞ ആഹാ കൊള്ളാം, എന്നാലും ഇതിപ്പോൾ തന്നെ ഗോവിന്ദ് സാറിനെ കാണിക്കണം, ഗോവിന്ദ് സാറെ തെറ്റിദ്ധാരണ എല്ലാം മാറ്റണം എന്ന് പറയുവാണ്. താങ്ക്സ് അവർണിക എന്ന് പറയുമ്പോൾ, എന്താ ഇക്ക ഒന്നും പറയാത്തത്? ഈ വീഡിയോ കണ്ടപ്പോഴെങ്കിലും ഇക്കയുടെ മുമ്പത്തെ ബോസിന്റെ തനി ഗുണം മനസ്സിലായി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അജാസ് പറയുന്നുണ്ട്, ഇതെന്തായാലും ഗോവിന്ദ് സാറിനെ കാണിച്ചതിനാൽ ഗോവിന്ദ് സാർ വിശ്വസിക്കാൻ പോണില്ല. എൻ്റെ ഗീതു, നിനക്ക് തോന്നുന്നുണ്ടോ ഗോവിന്ദ് സാർ വിശ്വസിക്കുന്നു? ഗോവിന്ദ് സാറെ നല്ലൊരു ഭർത്താവ് മാത്രമല്ല, നല്ലൊരു മകനും അതുപോലെ തന്നെ കൂടപ്പിറപ്പും അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനുമാണ്. ഇത് കാണിച്ച് ഗോവിന്ദ് സാറിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ് സാർ ഇത് രാധികാമ്മയോട് ചോദിക്കും. രാധിക പെട്ടെന്നൊന്ന് പൊട്ടിക്കരയും. എൻ്റെ മോനെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യോടെ കണ്ണ ഗീതു എന്നെ അതിന് മുമ്പ് നീ കണ്ടില്ലേ, ഗീതു എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, എന്നെ ഒരുപാട് അപമാനിച്ചപ്പോൾ ആ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പൊട്ടിക്കരച്ചിൽ. അതോടുകൂടി ഗോവിന്ദ് സാറിൻ്റെ മനസ്സ് ഉരുകും. ഗോവിന്ദ് സാർ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഗീതു, ഇതിനേക്കാൾ വലിയ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഗോവിന്ദ് സാറ് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയാണ്. അത് ശരിയാണല്ലോ അവർണിക എന്ന് പറയാണ്. ആ സമയത്ത് അവർണിക പറയണ്ട, അപ്പോൾ നമ്മുടെ അടുത്ത് ഈ തെളിവൊക്കെ വെറുതെ ആയിപ്പോയോ? ഇത് വെറുതെ ആയിട്ടൊന്നുമില്ലടോ, ഇതിൻ്റെ കൂടെ കുറച്ച് തെളിവുകൾ കൂടി നമുക്ക് വേണം എന്ന് പറയുകയാണ്. എങ്കിൽ ശരിയാ വർണ്ണിക, ഞങ്ങളെന്നാ പോയിക്കോട്ടെ എന്ന് പറയുകയാണ്. അല്ല താൻ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ടാക്സി പറയാം. വേണ്ട ഇക്ക കൊണ്ടേ ആക്കും കേട്ടോ. ഓ അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയാണ്. അങ്ങനെ അജാസ് ഗീതുവിനടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട്, ഗീതു എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പെങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാധികാമ്മ പെങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. എല്ലാ സ്വത്തുക്കളെല്ലാം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ഗോവിന്ദനോട് കാണിക്കുന്ന സ്നേഹം അത് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ തന്നെ മക്കളെക്കാളും രാധികാമ്മക്ക് ഇഷ്ടം ഗോവിന്ദനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗീതു പറഞ്ഞിട്ട്, അതൊക്കെ ഇക്കയുടെ വെറും തെറ്റിദ്ധാരണയാണ്, ആ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർണികനെ കൂട്ടിക്കൊണ്ട് അജാസ് അവിടെ നിന്ന് പോകുവാണ്. അപ്പം തന്നെ ഗീതു നമ്മുടെ ഗോവിന്ദനെ വിളിക്കുക കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, താനിത് എവിടെ പോയതാ പറയാതെ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഗീത പറയുന്നുണ്ട്, ഓ അതോ എനിക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ട്. ആഹാ കൊള്ളാലോ, പിന്നെ എന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആഹാ ഞാൻ പർച്ചേസിനൊക്കെ വിളിച്ചാൽ ഗോവിന്ദ് മാധവ് വരുമോ ആവോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഭാര്യ വിളിച്ചാൽ ഭർത്താവ് വരാതിരിക്കുമോ? ഞങ്ങളതിനെ യഥാർത്ഥ ഭാര്യയും ഭർത്താവ് എന്നല്ലേ പറയുന്നത് എന്ന് പറയുമ്പോൾ, ഓ അതെന്തെങ്കിലും ആവട്ടെ, എന്നാലും താൻ എവിടെയാന്ന് പറ, ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് പർച്ചേസിന് പോവാം. സത്യമായിട്ടും? അതേന്നെ സത്യമായിട്ടും. എങ്കിൽ ഞാൻ
ഞാനുള്ള ലൊക്കേഷൻ ഇപ്പം അയച്ചു തരാം, വരാവോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ വരാമല്ലോ, എങ്ങനെ എൻ്റെ കുഞ്ഞിക്കണ്ണൻ പെട്ടെന്നൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യട്ടെ ഗീതു. ആ സമയത്ത് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, അവളുടെ സ്നേഹം കുറച്ച് കൂടിയിട്ടുണ്ട്. മാത്രമല്ല അവളുടെ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം വേറൊരു സ്നേഹമാണ്. ഇനി ഇതാണോ പ്രണയത്തിൻ്റെ സ്നേഹം? അവൾ എന്നെ ഭർത്താവിനെ പോലെ കാണുന്നുണ്ടോ? എന്തായാലും ഇന്ന് പർച്ചേസിന് പോകുമ്പോൾ അവളോട് മനസ്സ് തുറക്കണം, മനസ്സ് തുറന്ന് എൻ്റെ ഇഷ്ടം അവളോട് പറയണം. അതെ, അതിന് പറ്റിയ സമയം ഇത് തന്നെയാണ് എന്ന് ഗോവിന്ദ് മനസ്സിൽ പറയാണ്. അതേസമയം ഗീതു മനസ്സിൽ വിചാരിക്കേണ്ടത്, എന്തൊക്കെ വന്നാലും ഇന്ന് ഗോവിന്ദ് സാറിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കണം, പിന്നെ അമ്മേനെയും മോനും ഒന്നാക്കണം എന്നൊക്കെ നമ്മുടെ ഗീതു മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. രണ്ടുപേരും അങ്ങനെ പരസ്പരം മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോടുകൂടിയാണ് എപ്പിസോഡ് ചെയ്യുന്നത്. എന്തായാലും ഗീതു ഗോവിന്ദിനെ കൊണ്ട് നേരെ പോണത് വിജയലക്ഷ്മിയുടെ അടുത്തേക്കാണ് കേട്ടോ, പ്രൊമോയിൽ കാണുന്ന പോലെ തന്നെ. അതിനുശേഷം ഗോവിന്ദ് വിചാരിക്കും എന്തായാലും ഇവരോട് ഇപ്പോൾ ഇഷ്ടമെന്ന് പറയേണ്ടെന്ന് തന്നെ വിചാരിക്കും. എന്തായാലും ഗീതു ഗോവിന്ദിനെയും അതുപോലെ തന്നെ വിജയലക്ഷ്മിനെയും ഒന്നിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ വീട്ടിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.